Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞോ കേട്ടോ. ഞാനാണ് മാം പ്രയർ. Dear God, we thank you for your love and your promise to be with us at school or work, at rest or play. Help us to feel near to you and hear your voice. Guide us to always do our best in every situation and to love one another. Amen. Sign in and thought of the day പറഞ്ഞോ കേട്ടോ. Sign in ഞാനാണ് മാം. Good morning, ma'am, and good morning, everybody. I'm Lovely Digol. You are all welcome to our today's online class. I'm so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite you, our Aparna ma'am, to conduct today's online class. I also invite Mariamma for today's talk. Thank you. Good morning. Good morning, everybody. Education is the key to unlock the golden door of freedom. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. താങ്ക് യു. Thank you. നമ്മൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? മാം ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് പേരെ കാണിച്ചുള്ളായിരുന്നു. ഓക്കെ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ തുടങ്ങി വെച്ചപ്പം അതിന് മുമ്പ് കുറച്ച് എടുക്കാത്തൊരു പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് എടുക്കുക ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഇതാ എടുക്കേണ്ടത്, ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയറിലേക്ക് വരാം. നമുക്ക് പോർഷൻ ഫസ്റ്റ് എയ്ഡ് ലാസ്റ്റ് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. 10 minutes നമുക്ക് നേരത്തെ നോക്കിയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് വരുന്നത് അല്ലേ? ഞാൻ എന്തൊക്കെയാ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ പറ്റും, പിന്നെ ബാക്കി ബാലൻസ് എടുക്കാനുള്ള എടുത്തായിരുന്നു. കുട്ടികളെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ അമൂല്യ സമ്പത്താണ് എന്ത്? കുട്ടികള്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? നമ്മുടെ പാരന്റ്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, നമ്മുടെ സൊസൈറ്റി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്ക് സുരക്ഷിതമായ ഒരു ബാല്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. സുരക്ഷിതമായ ഒരു ബാല്യം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് അവരുടെ അവകാശം കൂടെയാണ് അല്ലെ? കുട്ടികളുടെ അവകാശമാണ് എന്ത്? അവർക്ക് ഒരു സുരക്ഷിതമായ ബാല്യം വേണമെന്നുള്ളത്. പിന്നെ ഇന്ന് പ്രസന്റ് നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും സുരക്ഷിതമായ ബാല്യം കിട്ടുന്നുണ്ടോ? എന്താണ് മിസ്സേ ശരിക്കും ക്ലിയർ ആകുന്നില്ല വോയിസ്. ഓക്കെ ആണ്, 1 minute നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ നോക്കി, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ മാം. നമുക്കിപ്പോ കുട്ടികൾക്ക്, നമ്മള് എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായ ബാല്യം കിട്ടുന്നുണ്ടോ? ഇല്ല. അതെ, നമ്മളിപ്പോ പത്രം എടുത്ത് വായിക്കുകയാണെങ്കിലും ന്യൂസ് കാണുകയാണെങ്കിലും നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും സുരക്ഷിതമായ ബാല്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. മാക്സിമം നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സാഹചര്യങ്ങളും അവർക്ക് സുരക്ഷിതമായ ബാല്യം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തം കൂടി ആർക്കുണ്ട്? ടീച്ചേഴ്സിനുണ്ട്. കാരണം ഇപ്പൊ വീട്ടിലെ കാര്യങ്ങള്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളോട് അവർ തുറന്ന് പറഞ്ഞേക്കാം. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമ്മള് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടില്ലേ? ഒരമ്മ കുട്ടീനെ പുഴയിലോ. അതിൽ നമുക്ക് എന്താ മനസ്സിലായിട്ട്, നമ്മളെല്ലാവരും ആ ഇൻസിഡന്റിനെ കുറിച്ച് ചിന്തിച്ചത്. പിന്നീടാണ് അതിൽ നിന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത്. അപ്പൊ എല്ലാ കുട്ടികളും, നമ്മൾ വിചാരിക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ അതിൽ ചിലവരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബാല്യത്തില് അവര് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സോ നമ്മള് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ തന്നെ ഒരു ഉത്തരവാദിത്തമാണ് എന്ത്?
കുട്ടികൾക്ക് സുരക്ഷിതമായ ഭാഗ്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഈ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത് ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യാന്ന് മാത്രമല്ല, അതിന് ബിയോണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, അവർക്ക് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യാം, പിന്നെന്താണ് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. കുട്ടികൾക്ക് 4 അവകാശങ്ങളാണ് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. സർവൈവൽ ആണ്. എന്താണ് സർവൈവൽ ഉള്ള അവകാശം, അതിജീവനത്തിനുള്ള അവകാശം എന്ന് പറയും മലയാളത്തില്. അതിജീവനത്തിനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശമാണ് കേട്ടോ. ആ കുട്ടിയുടെ അവിടെ നഷ്ടപ്പെട്ടു പോയത് എന്താണ്, ജീവിക്കാനുള്ള അവകാശമല്ലേ നഷ്ടപ്പെട്ടു പോയത്. അതിജീവനത്തിലുള്ള അവകാശം എന്ന് പറയുമ്പോൾ പ്രധാനമായും ജീവിക്കാനുള്ള അവകാശം, ആഹാരത്തിനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശം. അപ്പൊ അതിജീവന അവകാശം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. ഇനി ഡെവലപ്മെന്റ് ആണ്. ഉന്നമനാവകാശം എന്ന് പറയും. വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് സംരക്ഷണാവകാശം. ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ എന്താണ് ആ കുട്ടീനെ പ്രോപ്പറായിട്ട് സംരക്ഷിക്കേണ്ട ടൈമിൽ സംരക്ഷിക്കപ്പെട്ടില്ല. അപ്പൊ ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം അല്ല അതിൽ നിന്നെല്ലാം കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ആക്കി നിർത്തണം. ഇപ്പൊ നമുക്ക് തന്നെ നമ്മളുടെ മക്കളെ പുറത്തേക്ക് വിടാൻ പേടിയാണ് അല്ലെ? അങ്ങനെ ഇല്ലേ? സത്യമായിട്ടും. കാരണം നമ്മൾ പണ്ടത്തെയൊക്കെ സമയത്താണെങ്കിൽ നമ്മുടെയൊക്കെ പാരന്റ്സ് എങ്ങനെയാണ്, നമ്മളുടെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് നമ്മളെ വീട്ടിൽ നിർത്തിയിട്ടൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മള് കുഴപ്പമുണ്ടായിരുന്നില്ല. അന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഒന്നും ഒരാളെ പ്രെഡിക്ട് ചെയ്യാനോ വിശ്വസിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിൽ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിൽ സേഫ് ആയിട്ടിരിക്കുക. അവരോട് പറഞ്ഞു കൊടുക്കും. കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, അവരോട് ഓരോ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ആര് ചെയ്യേണ്ടത്. നമ്മള് പാരന്റ്സ് എന്ന നിലയിലും ടീച്ചേഴ്സ് എന്ന നിലയിലും പറഞ്ഞു കൊടുക്കേണ്ടത്. ടീച്ചേഴ്സിനും ഉണ്ട് അതിന്റെ ഉത്തരവാദിത്വം. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നൊക്കെ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ദെൻ പങ്കാളിത്ത അവകാശം എന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ആണ്. നമ്മൾ കുട്ടികളെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരോടും കൂടി ഒന്ന് ഡിസിഷൻ എടുക്കുക. ചില പാരന്റ്സിനോട് പറയുമ്പോൾ അതവർ അക്സെപ്റ്റ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ച് അവർക്ക് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുള്ളൂ എന്നുള്ളൊരു മുൻവിധിയോട് കൂടിയാണ് അപ്രോച്ച് ചെയ്യുക. പക്ഷേ കുട്ടികളെ ചെറുപ്പത്തിലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കണം എന്നുണ്ടെങ്കിൽ അവർ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുപ്പിക്കണം. മുതിർന്ന് കഴിയുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ ചെറുപ്പത്തിലെ അവരെന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഡിസിഷൻസ് അവർ റിലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല വലുതായി കഴിയുമ്പോൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഈ അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ടെസ്റ്റിൽ എവിടെയും പറയുന്നില്ല. പക്ഷെ അവകാശങ്ങൾ ഏതാന്ന് പറഞ്ഞു പോവാതിരിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ 4 റൈറ്റ്സിനെ കുറിച്ചിട്ട്, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഏതൊക്കെയാണോ? സർവൈവൽ, ഡെവലപ്മെന്റ്, പ്രൊട്ടക്ഷൻ, പാർട്ടിസിപ്പേഷൻ. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നമ്മള് നോക്കാൻ പോകുന്നത് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന പോർഷൻ ആണ്. ടെസ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Child welfare is the concept which goes beyond providing just education or literacy. Education അല്ലെങ്കിൽ ലിറ്ററസി മാത്രം കൊണ്ട് നമുക്ക് ചൈൽഡ് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറം ഒരുപാട് തലങ്ങളുണ്ട്. ആസ് എ ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് ദ നേഷൻ. നമുക്കറിയാം, കുട്ടികളാണ് നമ്മളുടെ എന്താണ് രാജ്യത്തിന്റെ ഭാവി സമ്പത്തുകൾ എന്ന് പറയുന്നത്. They should be properly cared for and brought up the benefits of the bright future of the nation. അവർ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ബെനിഫിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അവരെ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവരണം. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ. നമ്മള് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഗവൺമെന്റ് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? എന്നോട് വെച്ച് ഞാൻ എന്തെന്ന് പറയുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് അറിയാമോ, അവരുടെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ്.
അമ്മമാര് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷന്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TT ആണ്, ടെറ്റനസ് TT അല്ലേ ഫസ്റ്റ് കൊടുക്കുന്ന വാക്സിൻ. ബിഫോർ ബർത്ത് പ്രഗ്നന്റ് ലേഡീസിന് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് അങ്ങനെ TT ആണ് ബിഫോർ ബർത്ത്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടാതെ തന്നെ നമുക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആയിരുന്ന വുമൺ, പ്രഗ്നന്റ് ആയ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആയവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ ടീമില്? എല്ലാവരും കഴിഞ്ഞവരാണ്. കുഴപ്പമില്ല. ഞങ്ങളുടെ ഇവിടെ ഇപ്പൊ അംഗൻവാടിയിൽ നിന്ന് ഗോതമ്പ്, ചെറുപയറ്, ശർക്കര അങ്ങനെ ഐറ്റംസ്, എന്താ പറയാ, പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു പാക്കറ്റ് ആയിരുന്നു, ഒരു പോഷകാഹാര കിറ്റായിരുന്നു കിട്ടിയിരുന്നത്. ഡിഫറൻസ് ആണ്. ഉഴുന്ന്, ശരിയാണ്, വെളിച്ചെണ്ണ. ഓക്കെ. അന്നൊരു അമൃതം പൊടി കിട്ടുമായിരുന്നു മാം. ഞാനൊക്കെ പ്രഗ്നന്റ് ആയിരിക്കും അമൃതം പൊടി എന്ന് പറയുന്നത്. അതാ ശേഷമാണ് അതൊക്കെ കിട്ടുമായിരുന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അമൃതം പൊടി കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇതുവരെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പോഷകാഹാരങ്ങളും ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മള് ഡെലിവറിയുടെ ഒക്കെ സമയത്ത് നമുക്ക് വേണ്ട എന്താണ് സ്കീമുകൾ അനുസരിച്ച് ഫണ്ടൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടാണോ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലാട്ടോ. ശരിക്കും പറഞ്ഞാല് ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വൈകല്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യവാനായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്രയും ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കട്ടെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. അറിയോ? നമ്മൾ ഡെലിവറി കഴിഞ്ഞ് അവിടെ ഉള്ള മെഡിസിൻസും കുട്ടിയുടെ മെഡിസിൻസും അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വണ്ടിക്കാശ് വരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് തരും. എന്നെ അങ്ങനെയാണ് വിട്ടത് മിസ്. വണ്ടിയിൽ കയറ്റി വീട്ടിലാക്കി ഫ്രീ ആയിട്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഗവൺമെന്റ് നമ്മളുടെ കുട്ടീനെയും അമ്മനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 1 വയസ്സ് വരെ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലില്, അല്ലെ? എന്ത് ട്രീറ്റ്മെന്റ് ആയാലും. ഇപ്പൊ എന്റെ പരിചയത്തിലൊരു കുട്ടിക്ക് ഇയറിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ജനിച്ചപ്പോൾ ജന്മനാഥ തന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു. ജനിച്ച സമയത്ത് അതിന്റെ പ്രശ്നം ഇല്ലായിരുന്നു. പിന്നീട് കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഒരു 1.5 വയസ്സ് 2 വയസ്സ് സമയത്തൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നു. അത് ഫ്രീ ആയിട്ടാണ് ചെയ്തത്. ആ സമയം മുതൽ ഈ അസുഖം ഉള്ളതുകൊണ്ട് അങ്ങനെ സർജറി ചെയ്തപ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തു. അപ്പം അവർക്കധികം ഫണ്ട് വന്നില്ല. നമുക്കറിയാം പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി പൈസ വരുന്ന കാര്യമാണ്. ഇപ്പൊ കളമശ്ശേരി നമ്മള് മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്, പക്ഷെ ഫണ്ട് അവർക്കധികം വന്നില്ല. അപ്പൊ ഒരുപാട് ഫെസിലിറ്റീസ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കുട്ടി ജനിച്ചു ചിൽഡ്രൻസിന് വേണ്ടി മാത്രമല്ല മാം. ഞാൻ എന്റെ ക്യാൻസർ ആയിരുന്നപ്പോ എന്റെ ഓപ്പറേഷൻ, എന്റെ കീമോ എല്ലാം ഫ്രീ ആയിരുന്നു മാം. ഗവൺമെന്റിലാണ് ഞാൻ പോയത്, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അതെല്ലാം ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എന്താ പറയാ, കുട്ടികൾക്കൊരു 6 മാസം മുതൽ പോഷകാഹാരങ്ങള് അംഗനവാടി മുഖേന കൊടുക്കുന്നുണ്ട്, ഇല്ലേ? പറഞ്ഞ അമൃതം പൊടി അല്ലെ, അത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വയസ്സ് വരെയും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുട്ടികൾ നഴ്സറിയിലോ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഉച്ചഭക്ഷണം പോലെ പോഷകാഹാരങ്ങള് ഉച്ചയ്ക്ക് എന്താ പറയാ, പണ്ടത്തെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചോറും, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ചോറും ചെറുപയറൊക്കെ അല്ലേ കഴിച്ചിരുന്നത്? ഉപ്മാവ്, ഗോതമ്പിന്റെ. വ്യത്യാസം കേട്ടാ. ഇപ്പൊ ബിരിയാണി പുതിയ മെനു ആണ്. പുതിയ മെനു ആണ്. കാരണം മാസത്തിലൊരിക്കലാണ് ബിരിയാണി. മാസത്തിലൊരിക്കലും ബിരിയാണി. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് തോന്നണം. ഇപ്പൊ പുലാവൊക്കെ ഉണ്ട്, പക്ഷേ ന്യൂട്രിലഡും പുലാവൊക്കെ ഉണ്ട്. പുതിയ മെനു. ഫ്രൈഡ് റൈസ്, എഗ് ബിരിയാണി, എഗ്ഗും പാലും വീക്ക്ലി വൺസ് കൊടുക്കുന്നുണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എഗ് ബിരിയാണിയാണ് കൊടുക്കുന്നത്. കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ. ഓക്കെ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞാൽ വലുതായ ഒരു 5 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് ജോയിൻ ചെയ്തു അല്ലെ. അപ്പൊ അവിടെ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിൽ അത്യാവശ്യം പോഷകാഹാരങ്ങൾ അടങ്ങിയ കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഉച്ചഭക്ഷണം കൊടുക്കുന്നു. സ്കൂളുകളിലും പാലും എഗ്ഗൊക്കെ കൊടുക്കുന്നില്ലേ, മിൽക്ക് എഗ്ഗൊക്കെ കൊടുക്കുന്നില്ലേ? മുട്ടയും പാലും കൊടുക്കുന്നുണ്ട് സ്കൂളുകളിൽ. തുടങ്ങി സ്കൂളില് മുട്ടയും പാലും നേന്ത്രപ്പഴം നേന്ത്രപ്പഴമുണ്ട്, മുട്ട, പാല്. ഓക്കേടാ. ഇത്രയും കാര്യങ്ങള് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? കുട്ടികൾക്ക് വേണ്ടി. കുട്ടികൾക്ക് വേണ്ടി. ഓക്കെ. നമ്മുടെ ഗവൺമെന്റ് ആണ് ഇങ്ങനെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പുറം രാജ്യത്തൊക്കെ ഇല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവര് എന്ത് തരണം, നമുക്ക് ഇന്ത്യയുടെ ഫണ്ട് തരും. കുട്ടികൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനായിട്ട് നമുക്ക് ഫണ്ട് തരും. എന്നിട്ട് നമ്മൾ അവരെ നോക്കിയാൽ മതി. അത് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മതി. കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ് കേട്ടോ. നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ അവർ നമ്മുടെ കുട്ടീനെ എന്ത് ചെയ്യും, നമ്മളെ തിരിച്ചെടുക്കും. അങ്ങനത്തെ റൈറ്റ്സ് പുറം രാജ്യത്തുണ്ട്. നമ്മള് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, പ്രോപ്പറായിട്ട് കുട്ടീനെ കെയർ ചെയ്തില്ലെങ്കിൽ അടിച്ചാലൊക്കെ പ്രശ്നമാണ്. അവിടെയൊക്കെ പുറത്ത് ഭയങ്കര പ്രശ്നമാണ്. അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫണ്ട്, ഭയങ്കര വലിയ എമൗണ്ടുകൾ നമുക്ക് തരുന്നുണ്ട് മന്ത്ലി. പക്ഷേ അതേപോലെ തന്നെ കുറച്ച് റൂൾസ് സ്ട്രിക്റ്റ് ആണ്. നോക്കാം. As children are the assets of the nation, they should be properly cared for, brought up for the benefits of the bright future of the nation. So we have to arrange special and regular medical checkup for the children. അവർക്ക് പ്രോപ്പറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. Provide them with balanced and nutritious diet. Protect them from harmful influences in the environment and take care of their children and creative development. Welfare include all these. ഇതെല്ലാം വരുന്നത് വെൽഫെയർ. ഞാൻ മെഡിക്കൽ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞില്ല അല്ലെ. നമ്മള് ഫസ്റ്റത്തെ TT വാക്സിൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി ജനിച്ച ഉടനെ ഒത്തിരി വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ചാപ്റ്റർ എടുത്തോ? ഓക്കെ. അപ്പൊ അതില് കുട്ടികൾ ജനിച്ചാൽ ഫസ്റ്റ് കൊടുക്കുന്ന വാക്സിൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ 24 മണിക്കൂറിനുള്ളിൽ കൊടുക്കും. OPV വാക്സിൻ കൊടുക്കും, ഓറൽ പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ, DPT വാക്സിൻ, അവിടെ നിൽക്കുമ്പോ അതൊക്കെ പറയുന്നത് ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിൻ ആണ്. OPV, ഹെപ്പറ്റൈറ്റിസ് ബി, BCG ആണ് ജനിച്ച ഉടനെ കൊടുക്കുന്നത്. ദെൻ 1.5 വയസ്സിലാണ് OPV. പെന്റാവാലിനെ കുറിച്ച് പറഞ്ഞോ മിസ്? പറഞ്ഞായിരുന്നു. ഓക്കെ. ഏതൊക്കെയാണ് 5 അസുഖങ്ങൾ പെന്റാവാലിന് എന്ന് അറിയോ? ഡിഫ്തീരിയ, ടെറ്റനസ്, then polio, then hepatitis and HIV, HIB. നോക്കട്ടെ പെന്റാവാലൻ വാക്സിൻ ഏതൊക്കെ അസുഖങ്ങൾ വാക്സിൻ സെർച്ച് ചെയ്യണം. ടെറ്റനസ്, പെർട്യൂസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹിമോഫീലസ് ഇൻഫ്ലുവൻസ. ഓക്കെ, സെറ്റ്. OPV ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. IPV കൊടുക്കുന്നുണ്ട്. 1.5 മാസത്തിൽ IPV കൊടുക്കുന്നുണ്ട്. റൊട്ടാ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. PCV കൊടുക്കുന്നുണ്ട്. ദെൻ 2.5 മാസത്തിന് OPV സെക്കൻഡ് ഡോസ്, പെന്റാവാലൻ സെക്കൻഡ്, റൊട്ടാ വൈറസ് സെക്കൻഡ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി, അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? വാക്സിൻസും കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് മെഷർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുടെ കാര്യത്തില് എല്ലാ അമ്മമാരും ഇങ്ങനെ സ്ഥിരമായിട്ട് പോയിട്ടുണ്ടാവും ഹെൽത്തിലേക്ക്. അവരിങ്ങനെ നമ്മളെ വിളിക്കും അല്ലെ, വാക്സിൻ എന്തെങ്കിലും വൈകി കഴിഞ്ഞാല് അവരിങ്ങനെ വിളിച്ച് പറയും ഇന്ന ദിവസമാണ് വാക്സിൻ, മുടങ്ങാതെ എടുക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് അത്രയും കെയർഫുൾ ആണ് ആര്, നമ്മളുടെ ഗവൺമെന്റ്. അംഗനവാടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാക്സിൻസ്. വാക്സിൻസ് ഹെൽത്തിൽ അംഗനവാടികളിൽ 2 സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്തിലാണ്, ഹെൽത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. പബ്ലിക് ഹെൽത്ത് എന്താ പറയാ, നമ്മള് PHC അല്ലെ, PHC അല്ലേ നമ്മളുടെ ഏരിയയിലുള്ള PHC നമ്മള് വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ.
ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി. ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഫാമിലിയാണ് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ്, കുട്ടിയുടെ ചൈൽഡ് വെൽഫെയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? ഫാമിലിക്കാണ്. The family surrounding the child has an important role in his welfare. ഫാമിലി സറൗണ്ടിങ് ആണ് ഒരു കുട്ടിയുടെ ചൈൽഡ് വെൽഫെയറിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. If the family background is not good, it is likely affect the child life and development. ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിനെ അത് അഫക്ട് ചെയ്യും, ഡെവലപ്മെന്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നല്ല കെയറിങ് ആയിട്ടുള്ള, നല്ല സ്നേഹത്തോടുള്ള പാരന്റ്സ് ആണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നെങ്കിൽ നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് അവർ എന്ത് ചെയ്യും? വളർന്ന് വരും. Therefore, schemes for welfare of the children are to be extended to the family and minimum family well-being is to be ensured. അപ്പോ നമ്മളിപ്പോ ഫാമിലിയിലേക്കും കൂടി ഈ വെൽബീയിങ് എന്ത് ചെയ്യണം? മിനിമം ഫാമിലി വെൽബീയിങ്ങിനെ കുറിച്ചിട്ടും ഉറപ്പുവരുത്തണം. നമ്മളാരും ഇപ്പോ എന്താ പറയാ, മാരേജിനൊക്കെ കോഴ്സ് ഉണ്ടല്ലേ? മാരേജിന് മുമ്പ് കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? യെസ് മാം. ക്രിസ്ത്യൻസിലായാലും ഹിന്ദുക്കളിലായാലും മുസ്ലിംസിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ബാക്കി എല്ലാത്തിലും മാരേജ് ഉണ്ടോ? മദ്രസയിൽ എല്ലാ ഇതിലും മാരേജിന് വേണ്ടിയിട്ടൊക്കെ കോഴ്സുകളുണ്ട്, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പാരന്റിങ്ങിനെ കുറിച്ചിട്ട് എവിടെയും പറയുന്നില്ല. പാരന്റിങ്ങിന് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത കാലം എത്തിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് മാത്രം തോന്നുന്നില്ല. പാരന്റിങ്ങിന് ഉണ്ട് മാം. ക്രിസ്ത്യൻസില് ഒരു ദിവസം ഒരു ഹാഫ് ഡേ അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരുടെ അമ്മയ്ക്ക് അപ്പനും വേണ്ടിയിട്ടുണ്ട് ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിലെന്തൊക്കെയാ പറയാറ്? അതില് നമ്മുടെ അവര് മക്കളെ എങ്ങനെയാണ് നമ്മള് അമ്മായിപ്പൻ അങ്ങനെ പോരെടുക്കരുത്, അങ്ങനെ അവരെങ്ങനെയാണ് അവർ രണ്ടുപേരുടെ ജീവിതമാണ് വലുത്, അവരുടെ ഇടയിൽ നമ്മൾ വരാൻ പാടില്ല, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമ്മളപ്പോ അങ്ങനെ പ്രോബ്ലംസ് അതല്ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് പാരന്റിങ്, കുട്ടികൾ ജനിക്കുമ്പോ. പാരന്റിങ്, സോറി മാം, ഞാൻ ഓർത്ത് പാരന്റിന് ക്ലാസ് ഒന്നായിട്ട്. സോറി മാം. അതല്ല, പാരന്റ്സിന്റെ അല്ല, നമ്മളെ പാരന്റിങ് എന്നാ പറഞ്ഞത്. കുട്ടികളെ എങ്ങനെ നോക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എവിടെയും അധികം ക്ലാസ്സുകളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുന്നതും എല്ലാ പാരന്റ്സ് അറ്റൻഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മാർച്ച് 1 അല്ലെങ്കിൽ SSLC എക്സാമിന് മുമ്പായിട്ട് നമ്മൾ കണ്ടൊരു ന്യൂസ് ഓർമ്മയുണ്ടോ? ഒരു അമ്മനെ അച്ഛനെ വെട്ടിക്കൊന്നു. അതൊക്കെ അതും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ടീനേജ്. അപ്പൊ എവിടെന്നാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത്? ഈ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്ന സമയത്ത് മുതലാണ് ചേഞ്ചസ് വരുന്നത്. ഇപ്പൊ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ ഒരിക്കലും ഇതേപോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോകില്ല. പക്ഷെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, അവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് വളർന്നു വരുന്നതെങ്കിൽ നമുക്ക് അവര് മോശം രീതിയിലേക്ക് തന്നെ പോകും. ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇന്ന് കാണുന്ന ഭൂരിഭാഗം കുട്ടികളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫോൺ യൂസേജും അതേപോലെ ഒരുപാട് അഡിക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കുട്ടികളിലുണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം എന്താ ചെയ്യുന്നത്? നമുക്ക് ഇനി വരാൻ പോകുന്ന തലമുറയിലെ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കാം. കുറെ പേര് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെറിയ കുട്ടികളാണ്, ഒരു 9th 10th പഠിക്കുന്ന കുട്ടികൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും. 10th അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു, MTV പിടിച്ചു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നിങ്ങൾ ന്യൂസിലൊക്കെ കേൾക്കുന്നില്ലേ? ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മള് മരം വലുതായിട്ട് ശരിയാക്കുന്നതാണ്, അത് വേരിൽ നിന്നേ അത് ശരിയാക്കി വരുന്നതാണ് നല്ലത്. അങ്ങനെ എന്തൊരു പഴഞ്ചൊല്ലില്ലേ, നിനക്കറിയോ? കതിരയില് വളം വെച്ചിട്ട് കതിരൂടെ വളം വെക്കണം. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളിൽ നിന്നേ എന്ത് ചെയ്യണം? കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് മുതലേ ചെയ്തു തുടങ്ങണം. അപ്പൊ പാരന്റ്സിന് അറിഞ്ഞിരിക്കണം കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത്. പാരന്റ്സിന് അറിഞ്ഞിരിക്കണം. അറിയാൻ മാത്രമല്ല അത് പ്രായോഗികം എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആക്കുകയും വേണം. നോക്കാം. The family has to promote healthy habits in children. ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ചിൽഡ്രൻസിലെ ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. The health of the individual depends on
വാട്ട് ഹി ഡസ് ആൻഡ് നോട്ട് വാട്ട് ഹിസ് നോസ്. ഇത് റിലേറ്റഡ് ആണ്. എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്നുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. ഓഫ് കോഴ്സ് എ പേഴ്സൺസ് ഹെൽത്ത് ഹാബിറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് goals are the result of the learning experience. Learning experience the result ആണ് healthy habits, aptitude, goals. It is the primary education that builds up this healthy habits in the family. അപ്പോൾ ആ പ്രൈമറി എഡ്യൂക്കേഷനിലൂടെയാണ് ഹെൽത്തി ഹാബിറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? 29 സ്റ്റുഡൻസ് ഉണ്ട് ഈ ക്ലാസ്സിൽ. അപ്പോ നമുക്ക് എല്ലാവർക്കും കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കണം. 30 ഞാൻ അടക്കം 30 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളെ ടീച്ച് ചെയ്യണ്ടേ? ഓക്കെ, ടീച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെൽത്തി ഹാബിറ്റ്സിന്റെ പോസ്റ്റർ വെച്ചിട്ട് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് വീക്കിലത്തെ ആക്ടിവിറ്റി എന്താണ്? ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. പോസ്റ്റർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, എന്താണ് പോസ്റ്റർ പ്രസന്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ബുക്കിലാണോ? ചാർട്ട് ഇട്ടാണോ? മനസ്സിലായില്ലേ? ചാർട്ടില് ഇമേജ് ഒക്കെ പേസ്റ്റ് ചെയ്ത് ഹെൽത്തി ഹാബിറ്റ്സ് ഇന്നതാണ് എന്ന് എഴുതിയിട്ടുള്ള നോക്കട്ടെ, കിട്ടോ നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ക്ലാസ് റൂമിലാണോ അപ്ലോഡ് ചെയ്യേണ്ടത്? അല്ലടാ, ക്ലാസ്സിലാണ്. മാം ഇത് അസൈൻമെന്റ് അല്ല, ആക്ടിവിറ്റി അല്ലേ? ആക്ടിവിറ്റി ഇടാം. ആ ഓക്കെ. ചെറുതായിട്ട് എല്ലാവർക്കും ഒരാഴ്ച എനിക്കും പനിയായിട്ട് കിടപ്പായിരുന്നു. സൗണ്ട് പോയിട്ടുണ്ട്. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് ഇടയ്ക്ക് പോവാറുണ്ട്. നോക്ക് കേട്ടോ, ഹെൽത്തി ഹാബിറ്റ്സ് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തോ. അങ്ങനെ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും അത്ര നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാം. ജസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതേപോലെ ഉള്ള ഇമേജസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ഹെൽത്തി ഹാബിറ്റ്സ് എന്നുള്ളതും. ഓക്കെ, ഹെൽത്തി ഡെയിലി ഹാബിറ്റ്സ്, ടീത്ത്, ബ്രഷ്, സ്ലീപ്പ്, വാഷ്, ഇതിലെല്ലോ ബാത്ത് ഉണ്ട്, ബോഡി. ഓക്കെ, നല്ല രീതിയിൽ ഹെൽത്തി ഹാബിറ്റ്സ് എന്താണ് നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റർ എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനാണ് പറയണത്. ഓക്കെ അല്ലേ? ചെയ്യാലോ? ഓക്കെ, എല്ലാവരും ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ടൈം തരുന്നുണ്ട്. ഓരോ കുട്ടിക്കും അത് പ്രസന്റ് ചെയ്യാം. മേ ബി ചില കുട്ടികൾ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് സോങ് ആയിട്ടുള്ള രീതിയിൽ പറയും. ചില ഓരോ ആക്ടിവിറ്റീസ് കാണിച്ചിട്ട് അത് സോങ് രൂപത്തിൽ പ്രസന്റ് ചെയ്യും. ചിലർ ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോങ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. കേട്ടോ? എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? ഹെൽത്തി ഹാബിറ്റ്സിന്റെ പോസ്റ്റർ വിത്ത് ആക്ഷൻ സോങ്. കേട്ടോ? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവര് നമ്മൾ ചെന്നിട്ട് ബ്രഷ് ചെയ്യണം, 2 ടൈംസ് ബ്രഷ് ചെയ്യണം, 2 ടൈംസ് ബാത്ത് ചെയ്യണം, ഹെയർ നല്ല രീതിയിൽ കോംബ് ചെയ്യണം, നെയിൽ നല്ല രീതിയിൽ കട്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞാലാണോ നമ്മളൊരു ആക്ഷൻ സോങ് മുഖേന പറയണായിരിക്കും കുട്ടികളിൽ കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പം. ആക്ഷൻ സോങ്. അപ്പൊ ആക്ഷൻ സോങ് രീതിയിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്ത് വരാട്ടോ. മേ ബി എല്ലാവരും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്ന ആക്ഷൻ സോങ് സെയിം ആയിരിക്കാം, പക്ഷെ പ്രസന്റേഷൻ വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തർ ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇവിടെ ആക്ഷൻ സോങ് ഒക്കെ പ്രസന്റ് ചെയ്താലാണ് നമ്മള് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, മെസ്സേജ് അയച്ച് ശരിക്കും ഐഡി ആവുന്നു ഹെൽത്തി ഹാബിറ്റ്സ്. മിസ്, ഞാനാ മെസ്സേജ് എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ന്യൂസിലെല്ലാം കാണുന്നില്ലേ, പിന്നെ ശരിക്കും ഇപ്പൊ നമ്മ വാഷ് ചെയ്യുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു, ഈ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, ശരിക്കും ഇതൊക്കെയാണോ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്? ഇതാണ്, അങ്ങനെയല്ല. ഇപ്പൊ മെന്റൽ ഹെൽത്ത് ആണ് ഉദ്ദേശിച്ചത്. മെന്റൽ ഹെൽത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് റിലേറ്റഡ് അല്ല ഇത്.
ഇത് ശരിക്കും പറഞ്ഞ പേഴ്സണൽ ഹെൽത്ത് ആണ്. പേഴ്സണൽ ഹൈജീന്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ ഒരു പോർഷൻ തന്നെ പഠിക്കാനുണ്ട്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ പറഞ്ഞത് പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റ്സ് ഇതാണ്. മെന്റൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടും മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടൊക്കെ സൃഷ്ടിച്ചായിരിക്കും മിക്കവാറും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നി മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നതെന്ന്. നമുക്ക് ഡീൽ ചെയ്യാനുള്ള പോർഷൻ അതാണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, കുട്ടികളുടെ മനസ്സും മനഃശാസ്ത്രമൊക്കെയാണ് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്ററുകളൊക്കെ അതൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോർഷൻ ഏതാണ്? പേഴ്സണൽ ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ പേഴ്സണൽ ഹെൽത്ത് ഹാബിറ്റുകൾ എന്തൊക്കെയാണ്? കുഞ്ഞു കുട്ടീനെ 3 വയസ്സിലെ അല്ലെങ്കിൽ 4 വയസ്സിലെ ഒരു കുട്ടീനെ പഠിപ്പിക്കാനുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ, അത്ര സിമ്പിൾ ആയിരിക്കണം. വലിയ സെന്റൻസ് ഒന്നും യൂസ് ചെയ്യരുത്. പ്രസന്റേഷൻ സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, സെറ്റ് ആക്കിയിട്ട് വരാട്ടോ. ചാർട്ടിലല്ലേ മാം? ചാർട്ടിലൊക്കെ ചെറിയ ചാർട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലതായിട്ടാ. ഓക്കെ, എന്ന് വെച്ചാൽ വലിയ ചാർട്ട് വേണ്ട, ചെറിയ ചെറിയ ചാർട്ടുകൾ. നമുക്കിനി ഒരുപാട് ചാർട്ട് വർക്കുകൾ ചെയ്യാനുള്ളതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് അതന്നെ ആയിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് മാത്രമല്ലേ പറഞ്ഞോളൂ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടില്ലല്ലോ? ഇല്ല മിസ്സേ, മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ ക്ലാസ്സില്? ഇട്ടിട്ടില്ല അല്ലെ? ഇല്ല. എഴുതിയിടുന്നുണ്ട്. ഓക്കേടാ, വരൂ കേട്ടോ. ഇന്ന് തന്നെ ഇടാൻ പറയാട്ടോ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച്, പേഴ്സണൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ദെൻ നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. അപ്പൊ നമുക്ക് വീടിന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കുട്ടികളെ എങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണം, എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കുട്ടികളെ ആർക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? എന്താണ്? ആർക്കാണ്? ഫാമിലിക്കാണ്. കാരണം ഫാമിലി എന്താണോ ഫോളോ ചെയ്തത് ആ രീതിയിലായിരിക്കും കുട്ടികളും എന്ത് ചെയ്ത് ഫോളോ ചെയ്തത്. നമുക്ക് നോക്കാം. The family has to teach the children to keep themselves clean and healthy. അവരോട് എങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ആര് പറഞ്ഞു കൊടുക്കണം? ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു കൊടുക്കണം. They must be thought of wash their hands before and after the meals, after going to the toilet. നമ്മൾ എപ്പോഴൊക്കെയാണ് കൈ കഴുകേണ്ടത്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും, ടോയ്ലറ്റിൽ പോയതിനു ശേഷവും. ഓക്കെ, ടേക്ക് ദ ബാത്ത് റെഗുലർലി. നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കുളിക്കണം. ഹാവ് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്. റെഗുലർ ആയിട്ട് ടോയ്ലറ്റ് ഹാബിറ്റ്സ് വേണം. ക്ലീൻ ദ ടീത്ത് എവറി മോർണിംഗ് ബിഫോർ ആൻഡ് ഗോയിങ് ടു ബെഡ്. നമ്മളുടെ ടീത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. പിന്നെ എന്താണ്? നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും ബ്രഷ് ചെയ്യണം. സഫിഷ്യന്റ് ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം. നമുക്ക് ഡൈജഷൻ ഒക്കെ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഡ്രിങ്ക് ചെയ്യണം. എത്രയാണ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ? 25 kg 1 liter. Okay. 8 glasses of water. Okay, correct. Then നമ്മൾ വെള്ളം കൊടുക്കുമ്പോ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നല്ലേ പറയണത്? നിങ്ങളൊക്കെ തിള വരുമ്പോ തന്നെ ഓഫ് ചെയ്യോ? ജസ്റ്റ് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം. ഓക്കെ, നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. 5 minutes ഓളം നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച വെള്ളമായിരിക്കും നമ്മൾ കുട്ടികൾക്ക്. അത് ചൂടാക്കി വേണം വെള്ളത്തിൽ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഐസ് ക്യൂബ് ഒക്കെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ പോലും ഈ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തന്നെ വെക്കാൻ നോക്കുക. കാരണം ഒരുപാട് അസുഖങ്ങൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, beside the above, the children must also be taught healthy habits, such as use a handkerchief when sneezing and coughing. കഫ് ചെയ്യുമ്പോഴും സീസ് ചെയ്യുമ്പോഴും ഹാൻഡ് കർച്ചീഫ് കുട്ടികളെ ശീലിപ്പിക്കാം. ടു സ്പ്ലിറ്റ് ഓൺലി ഇൻ ഓർ പാർട്ട് ഓഫ് ഇറ്റ്. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ആ പ്ലേസിൽ മാത്രം സ്പ്ലിറ്റ് ചെയ്യാം. നോട്ട് ടു യൂസ് ഓപ്പൺ സ്പേസ് ഫോർ യൂറിനേറ്റിംഗ് ആൻഡ് പാസ് ബൗൾ മൂവ്മെന്റ്സ്. ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഓപ്പൺ സ്പേസ് ഒരു കാരണവശാലും സെലക്ട് ചെയ്ത്. നോട്ട് ടു വാക്ക് അൺകവേർഡ് ഫീറ്റ്. കാലിൽ ചെരുപ്പില്ലാതെ നടക്കാനായിട്ട് പാടില്ല.
It is the family duty to teach the children civic duties and develop civic sense in them. Okay. കുട്ടികളിലെ സിവിക് ഡ്യൂട്ടി, പൗരത്വ ബോധം, പൗരത്വ സെൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മളുടെ ഫാമിലിക്കാണ്. ഇത് പബ്ലിക് പ്രോപ്പർട്ടി ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കേടുപാടുകൾ വരുത്താൻ പാടില്ല, നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല പൗരന്മാരായിട്ട് വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഫാമിലിക്കുണ്ട്. ഫാമിലിക്ക് മാത്രമല്ല സ്കൂളിലെ ടീച്ചേഴ്സിനുണ്ട്. നമ്മൾ രണ്ടുപേരും ഫാമിലിയുടെയും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് നല്ല തലമുറ അല്ലെ നല്ല ഭാവി ഉള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷനാണ്. ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? കേട്ടിട്ടുണ്ടോ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? സൈക്കോളജി ആണോ? അല്ല, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കമ്പൽസറി എഡ്യൂക്കേഷൻ എത്ര പീരീഡ് ആണെന്നറിയോ? അതറിയോ? ഏത് ഇയർ മുതൽ 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കും. ഇത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണ് നമുക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്ന ഈ മോണ്ടിസോറി കൺസെപ്റ്റ് ഡെറൈവ് ചെയ്ത ആരായിരുന്നു? ഓക്കെ, നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മോണ്ടിസോറി എന്നൊക്കെ കേട്ടപ്പോ തന്നെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലെ? പറഞ്ഞു തന്നു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിത് സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു തോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അപ്പോ മരിയ മോണ്ടിസോറി ഒരു എന്താ പറയാ ഒരു ഫിസിഷ്യൻ ആണ്. അപ്പോ പുള്ളിക്കാരി ഒരു ടൈമില് ഒരു കുറച്ച് കുട്ടികളെ എന്ന് വെച്ചാല് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്നത്തെ മോണ്ടിസോറി മെത്തേഡിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോ അന്ന് ആ കുട്ടികളുടെ ഡെറൈവ് ചെയ്തപ്പോ ഒരുപാട് മാറ്റങ്ങൾ, ഒട്ടും നമുക്കറിയാം മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ചിന്തിക്കാൻ പോലും ഒട്ടും പവർ ഇല്ലാത്ത കുട്ടികളായിരുന്നു അല്ലെ. ഒരു കാര്യം അവർക്ക് ഓർത്ത് വെക്കാനോ ഓർമ്മിക്കാനോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ആ കുട്ടികളിൽ ചേഞ്ച് വരുത്തിയപ്പോ മരിയ മോണ്ടിസോറി എന്താ ചിന്തിച്ചത്, ഇത് നോർമൽ കുട്ടികളുടെ എത്ര മാറ്റം വരുത്താനായിട്ട് പറ്റും എന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇന്ന് കാണുന്ന മോണ്ടിസോറിയിലേക്ക് വന്നത്. അപ്പം മെന്റലി റിട്ടേൺ ചിൽഡ്രൻസില് ഒരു 20 to 30% ആണ് അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഹൈ ആയിട്ടുള്ള. നോർമൽ കുട്ടികളുടെ കേസിലാണെങ്കിൽ എന്താ പറയാ, നോർമൽ എഡ്യൂക്കേഷനും മോണ്ടിസോറി എഡ്യൂക്കേഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു എന്താ പറയാ പെട്ടെന്ന് അവർക്ക് എല്ലാ കാര്യങ്ങളും ഗ്രാസ്പ് ചെയ്യാനും ഒരുപാട് ക്വാളിറ്റീസ് അവർക്ക് ഡെവലപ്പ് ചെയ്തതായിട്ട് മരിയ മോണ്ടിസോറി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ പാർട്ട് 3 പഠിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആരൊക്കെയാണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്? വിഷൻ പ്രശ്നമുള്ള കുട്ടികൾ, വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കണ്ണിന് കാഴ്ച പരിമിതികളുള്ള കുട്ടികൾ, മേ ബി ഒട്ടും കാഴ്ചയില്ലാത്ത കുട്ടികളാവാം, ഒരു കാഴ്ച പൂർണ്ണമായി ഭാഗികമായിട്ട് കാണാൻ പറ്റുന്നതാവാം, ഷോർട്ട് സൈഡ്, ലോങ് സൈഡ്, ഓർ മേ ബി വിഷ്വലി ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ. ദെൻ ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ, കേൾവി കുറവുള്ള കുട്ടികൾ. ചില കുട്ടികൾക്ക് ജന്മനാലെ കേൾവി ശക്തി ഉണ്ടാവില്ല, അവർക്ക് ഏതെങ്കിലും ഡിവൈസിന്റെ ഇതുണ്ട്, അതിനൊരു ഡിഗ്രി അനുസരിച്ചിട്ടാണ് എന്താ പറയാ ഹിയറിംഗ് ഇമ്പയർമെന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒട്ടും കേൾവി കുറവില്ലാത്ത കുട്ടികളുണ്ടാവും, ചിലപ്പോ കുറച്ച് ഒരു മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനത്തെ കുറെ അങ്ങനത്തെ കുട്ടികൾക്കും
ഓക്കെ. എന്റെ മോൾക്ക് കേൾവി കുറവുണ്ട്. അതിന് മറ്റേ ഹിയറിംഗ് എയ്ഡ് വെച്ചേക്കോ. ജന്മനാലുള്ളതാണോ? ജന്മന ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് അത് നമുക്ക് മനസ്സിലായത്. ചെറുതിലെ ഉണ്ടായിരുന്നില്ല, അപ്പൊ കുറേശ്ശെ ആയിട്ട് ഇതായി വര ചെയ്തത്. ഇപ്പൊ ബ്ലൂടൂത്ത് ഉള്ള ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. BSNS ആണ്, ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യണേ. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, അത് ഡിവൈസ് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പാണ് വെച്ചേക്കണത്. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചെറുപ്പത്തിലെ മീൻസ് കുഞ്ഞുനാളിലൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. ഒരു 4-5 ക്ലാസ് ഒക്കെ 6 ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി അവർക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നത്. അങ്ങനെ വന്നു. ഇപ്പൊ മാരീഡ് ആണ്, കുട്ടിയുണ്ട്, ജോലിയുണ്ട്. പക്ഷെ എന്നാലും ഡിവൈസ് വെച്ചേക്കാണ്. അത് ആ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേൾവി കുറവിന്റെ തോതനുസരിച്ച് നമുക്ക് ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് പറയും. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അത് അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എന്താ പറഞ്ഞത്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ഇല്ലേ? ചിലപ്പോൾ ഭാഗികമായിട്ട് തളർന്നതോ അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ. ആ കുട്ടികൾക്ക് നമ്മൾ ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് പറയുന്ന മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് ആണ്. ഈ കുട്ടികളെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഡിസേബിൾ എന്നായിരുന്നു അല്ലെ? അങ്ങനെ പറയരുത്. സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. Compensatory education is provided to എഴുതിക്കോട്ടെ. ആ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നേരെ എഴുതിക്കോ. Compensatory education is provided to specially abled children. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ്. Compensatory education is provided to specially abled children. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവർ കുറച്ചുകൂടി സ്പെഷ്യലി ഏബിൾഡ് ആണ്. എന്ന് വെച്ചാല് ദൈവത്തിന് തോന്നിക്കാണും അവർക്ക് കുറച്ചുകൂടി കൂടുതൽ കെയർ കിട്ടണം. അതുകൊണ്ടാണ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ട് ജനിച്ചത്. അപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. ചിൽഡ്രൻസ് ഹൂ ആർ depressed or physically or socially or culturally disadvantaged should be given to special opportunity to improve their educational accomplishment. The children who needs offsetting education at the primary preschool level at the following. അപ്പൊ നമ്മുടെ especially abled ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? എല്ലാ കുട്ടികൾക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏത് കുട്ടിക്കൊന്നുമില്ല, 6 to 40 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ അതിൽ ആരും കൂടി ഇൻക്ലൂഡഡ് ആണ് സ്പെഷ്യലി ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ഓർ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സ്പെഷ്യലി ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് are those children who due to their mental or physical limitation the need extra care and support to reach their maximum potential. ഒരു മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ നീഡ്സും കെയറും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികളെയാണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് ഓർ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ്. അപ്പൊ നമ്മൾ അവർക്ക് ഇപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. ഇത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ. ഓക്കെ, എന്റെ സ്വന്തം ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാവേ. ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഒരു കുട്ടീനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡോ ഫസ്റ്റിലായിരുന്നു തോന്നുന്നു. ആ ടൈമില് അവന് നമ്മൾ പറയുന്ന കാര്യം എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അവന് ബുക്ക് വലിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നോട്ടൊക്കെ ആണെങ്കിൽ അവനിങ്ങനെ ചോദിക്കും. പിന്നെ എന്ത് വേണം ചോദിച്ച് അവൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് കാണാൻ പാഠം പഠിക്കുമായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ എന്താണ്, അവന് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കുമ്പോ ഭയങ്കര സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവൻ എഴുതുന്നത് ഒന്നും ക്ലിയർ അല്ല. ഫസ്റ്റ് വേർഡ് റൈറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്തല്ല ക്ലിയർ അല്ലായിരുന്നു. എഴുതുന്നതല്ല, എന്തോ ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു അവന്. അപ്പൊ
ആദ്യം ഒന്നും ആർക്കും മനസ്സിലായില്ല അവരെന്താ പ്രശ്നം എന്നുള്ളത്. പിന്നെ TV കാണുന്നത് ഫ്രണ്ടിലേക്ക് ഒത്തിരി ഫ്രണ്ടിലേക്ക് കയറി കണ്ടോണ്ടിരുന്നത്. അപ്പൊ അപ്പോഴൊന്നും വീട്ടുകാർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അവിടെ കോൺവെന്റില് ഒരു ഇത് വന്നു, ഹെൽത്ത് ചെക്കപ്പ് വന്നു അയ്യര്. അപ്പൊ ആ സമയത്ത് റെഗുലറായിട്ട് എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വർഷം കണ്ടക്ട് ചെയ്തപ്പോ അവന് ചെക്ക് ചെയ്ത സമയത്ത് അവന് എന്താണ് വിഷ്വലി കുറച്ച് ബ്ലറായിട്ട് കാണുന്നത്. ഒത്തിരി എന്തില്ല, ഒത്തിരി ക്ലിയർ ആയിട്ട് അവരൊട്ടും കാണുന്നില്ല എന്ന് കണ്ടെത്തി. അപ്പൊ അവരുടെ പാരന്റ്സിനെ വിളിക്കുകയും ഇത് ഇൻഫോം ചെയ്യുകയും ചെയ്തു. അത് അവരോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു ഇതിന് ട്രീറ്റ്മെന്റ് വേണം. ഇപ്പൊ അവൻ വെച്ചിരിക്കുന്ന ക്ലാസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പവറുള്ള ക്ലാസ് ആണ്. ചിലവരുടെ കണ്ണ് കാഴ്ച ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ആള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. 4th എങ്ങാണ്ടാ. മോളും ഞങ്ങളുടെ ലിപ്സിന്നാണ് ഇപ്പോഴായാലും ഹിയറിംഗ് എയ്ഡ് വെച്ചില്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങളുടെ പാരന്റ്സിന്റെ ലിപ്സ് അവൾക്ക് മനസ്സിലാവും. അപ്പൊ എയ്ഡ് വെച്ചില്ലെങ്കിലും അവൾക്ക് അത് പുറത്തു പോയാൽ അവൾക്ക് പറ്റില്ല. ഓക്കെ, ഇത് വിഷ്വലി പ്രശ്നമായിരുന്നു. പാരന്റ്സിനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം TV കണ്ടു പോയിരുന്നു കാണാൻ നോർമൽ അല്ലേ. ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ ഇമ്പയർമെന്റ് ആണെന്ന് നമ്മൾ കണ്ടെത്തണം കുട്ടികളിൽ. ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിന്റെ പ്രശ്നം വന്നല്ലോ. അപ്പൊ ടീച്ചേഴ്സ് കുറച്ചുകൂടി കെയർ കൊടുത്തു, ഫ്രണ്ട് സീറ്റിലേക്ക് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുത്തു. ഓക്കെയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്റെയും അവളുടെ സെയിം ഏജ്, ഞങ്ങൾ സെയിം സ്റ്റാൻഡേർഡ്സിലാണ് പഠിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 2nd സ്റ്റാൻഡേർഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ആദ്യം അവൾക്കൊരു കണ്ണിലെ മങ്ങല് പോലെയാണ് പറയാറുണ്ട്. എനിക്ക് എന്തോ കണ്ണ് മങ്ങളോ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തമാശയെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും. പക്ഷെ പിന്നീട് അവളുടെ 2 കണ്ണും ബ്ലർ പോലെ വന്നു. അപ്പോഴും അവരുടെ വീട്ടുകാര് അത്രയും കെയർ കൊടുത്തില്ല. വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. കാരണം അത്രയും ഒരു പ്രാപ്തിയുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല അവളുടെ. പിന്നീട് അവള് വീട്ടില് ഒട്ടും കാണാണ്ടായിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയൊക്കെ ഇട്ടു തുടങ്ങി. പിന്നെ ഒരു പ്രശ്നമായപ്പോഴാണ് വീട്ടിൽ നിന്ന് എല്ലാവരും അവളെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചത്. ആ സമയമായപ്പോഴേക്കും അവളുടെ ഈ 2 കണ്ണിലേക്കുള്ള ഞരമ്പുകൾ ഉണ്ടല്ലോ, അതിലെന്തോ തകരാറ് സംഭവിച്ചതാണ്. 2 കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പക്ഷെ സർജറി മുഖേന ഒന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നേരത്തെ അത് അറിഞ്ഞിരുന്നെങ്കിൽ, അവൾ ഈ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ബ്ലർ ആവുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ മേ ബി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. നമ്മൾ നേരത്തെ എന്താണ് കുട്ടിക്ക് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികളോടത് ചോദിക്കുക, മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അവള് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആളുടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സർജറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ആള് പഠിക്കാനൊന്നും പിന്നെ കുറച്ച് നാൾ പോയില്ല. പിന്നീട് ജോയിൻ ചെയ്തപ്പോ അവള് സ്പെഷ്യൽ സ്കൂളിലാണ് പോയി ജോയിൻ ചെയ്തത്. സ്പെഷ്യൽ സ്കൂളില് 2nd സ്റ്റാൻഡേർഡ് മുതൽ തന്നെ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, ഞാനത് 4th എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ 2nd സ്റ്റാൻഡേർഡ് മുതൽ ജോയിൻ ചെയ്തേ. then അവള് പഠിച്ചത് മൊത്തം എന്ന് വെച്ചാൽ 10th അതേപോലെ 10th നല്ല മാർക്ക് ഉണ്ട്. പിന്നെ അവള് യൂസ് ചെയ്യുന്ന ബുക്കുകൾ കുറച്ച് വലിയ ബ്രെയിൻ ലിപിയിൽ എഴുതിയിരിക്കുന്ന ബുക്കുകളാണ്. അവർക്ക് മാത്രമേ വായിക്കാനൊക്കെ പറ്റുള്ളൂ. ആള് നല്ല ഐക്യമുള്ള കുട്ടിയാണ് കേട്ടോ. നന്നായിട്ട് പാട്ട് പാടും, നല്ല രീതിയിൽ പാട്ടൊക്കെ പാടും, നല്ല ഐക്യമാണ്, കാര്യങ്ങൾ ക്യാച്ച് ചെയ്തിട്ട് ഞാൻ ചെല്ലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് കൊടുത്താൽ മതി കയ്യിലേക്ക്, പെട്ടെന്ന് തന്നെ ആള് പറയും ഞാൻ ആരാന്ന് വെക്കാം. എന്നുവെച്ചാൽ അത്രയും അവർക്ക് തൊട്ടടുത്ത് വരുന്ന ആൾക്കാരെ പോലും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആൾ അത്യാവശ്യം നല്ല ഐക്യമുള്ള കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു, +1 +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഡിഗ്രി ചെയ്തത് സെന്റ് സേവിയേഴ്സ് കോളേജിലാണ്. നോർമൽ സ്കൂളാണ്. പക്ഷെ അവളുടെ മാത്രം എന്താ പറയാ ബുക്കൊക്കെ വേറെ രീതിയിൽ പ്രിന്റ് ചെയ്തിട്ട് അവളുടെ ആൻസർ ഷീറ്റ് വേറെ ആയിരുന്നു. ദെൻ ഡിഗ്രി MA മലയാളം ഉണ്ട്, BA കഴിഞ്ഞിട്ട് MA മലയാളം എടുത്ത് ദെൻ അവള് സ്പെഷ്യൽ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ചെയ്തത്. ദെൻ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ അവള് പഠിപ്പിച്ച സ്കൂളിൽ തന്നെ ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മള് എന്താ പറയാ ഒരു പ്രശ്നമാണ്. ആദ്യം അവരുടെ വീട്ടുകാർ സമ്മതിച്ചില്ല വീണ്ടും പഠിക്കാനൊക്കെ വിടാനായിട്ട്. ആദ്യം അവര് സമ്മതിച്ചില്ല. കാരണം കാഴ്ചയില്ലാത്ത കുട്ടിയാണ്, പെൺകുട്ടിയാണ്, പഠിക്കാനൊന്നും എനിക്ക് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു മൈൻഡ് ആയിരുന്നു അവരുടെ പാരന്റ്സിന് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് കുറെ ടീച്ചേഴ്സും ഇവരുടെ ഈ ഒരു ഇതുണ്ടായിരുന്നു ടീം പോലെ അവരെ ഇടപെട്ടിട്ടാണ് അവളെ പഠിക്കാനും അവളുടെ ഫുൾ ചെലവ് ഇന്നേ വരെ അവരുടെ വീട്ടുകാര് അവളുടെ പഠിത്തത്തിന്റെയോ വേറെ എന്തിന്റെ ഒരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല. ഫുൾ ചെലവും
എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്തത് അവരുടെ ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് അവളെ നല്ല രീതിയിൽ ആ ഒരു എന്താ പറയാ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല, കുറച്ച് കാണാനായിട്ട് പാടില്ല. ഒത്തിരി ഞാൻ നമ്മളൊക്കെ ആണെങ്കിൽ, ഞാനായിരുന്നെങ്കിൽ അയ്യോ എന്റെ കണ്ണുപോലെ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞാലേ ഉള്ളൂ, കരഞ്ഞിരുന്നാലേ ഉള്ളൂ. പക്ഷെ ആ കുട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോൾഡാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ട് മനസ്സിലുള്ള ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു കുട്ടി. അവളോട് സംസാരിച്ചാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ആൾക്ക് കണ്ണില് പ്രോബ്ലംസ് ഉണ്ടെന്ന്. കാരണം എനിക്ക് തോന്നുന്നു അവള് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയൊക്കെ കണ്ണ് ഓക്കെ ആയിരുന്നല്ലോ. അപ്പൊ കണ്ണിന് ഒരു പ്രശ്നവും നമുക്ക് തോന്നില്ല. കണ്ണ് കാണില്ല എന്ന് നമ്മൾ അവരുടെ ചെന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും സാധാരണ നമ്മളുടെയൊക്കെ പോലെ കണ്ണാണ്. അങ്ങനെ ഒരു 2 ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ദെൻ വിഷ്വൽ എംപവർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ സാധാരണ ചെറിയൊരു കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്താനായിട്ട് ശ്രമിക്കാം. മേക്ക് ഷുവർ ദ ലൈറ്റ് ഈസ് സ്യൂട്ടബിൾ. ലൈറ്റ് എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതാണോ ഓർ ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കണായിരിക്കോ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുള്ള്? ബാക്കിൽ ഓർ സൈഡിൽ നിന്നായിരിക്കും നല്ലത്. കാരണം ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിച്ച് നമുക്ക് ബ്ലാക്ക് ബോർഡ് ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മള് ഓറൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് ബോർഡിലൊക്കെ നോട്ട്സ് എഴുതി കൊടുക്കുക, അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഓറൽ ആയിട്ട് അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. ദെൻ ഒരു A4 ആപ്പിൾ എന്നുള്ളത് നമുക്ക് വിഷ്വലി അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ ഇമേജ് കാണിച്ചാൽ മതിയായിരുന്നു, അത് എളുപ്പമാണ്. A4 ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇമേജ് കാണിച്ച കുട്ടികൾക്ക് അത് മനസ്സിലാവും, സാധാരണ നോർമൽ കുട്ടികൾക്ക്. പക്ഷെ അവർക്ക് എന്താണ് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, A4 ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ ഒരു എന്താ പറയാ ഒരു മെറ്റീരിയൽ കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം ആക്ടിവിറ്റീസിനൊക്കെ കൊടുക്കാം. ദെൻ നമ്മള് വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബ്ലാക്ക് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറയണ്ട. അതേപോലെ PPT ഇപ്പൊ കുറെ ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യമാണ്, പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിച്ച് നോട്ട്സ് എഴുതിപ്പിക്കും. അപ്പൊ അത് കുറയ്ക്കണം. പിന്നെ എല്ലാ കുട്ടികളെയും വിളിക്കുമ്പോ പേര് ഉദ്ദേശിച്ച് വിളിക്കും. കാരണം വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് നമ്മൾ അവരെയാണ് വിളിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് പകരം നമ്മൾ ആ പേര് വിളിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എഴുന്നേക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ വെറുതെ കളിയാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മളുടെ കണ്ണിൽ പെടാണെങ്കിൽ വഴക്ക് നല്ല രീതിയിൽ മറ്റു കുട്ടികളെ വഴക്ക് പറയാൻ തന്നെ വേണം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈസ് കൂട്ടി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ലിപി ഏതാണ്? ഒട്ടും കാഴ്ചയില്ലാത്ത കുട്ടികൾ യൂസ് ചെയ്യുന്ന ലിപി ഏതാണ്? ഓക്കെ, ബ്രെയിൻ ലിപി ആണ്. പിന്നെ എക്സ്ട്രാ ടൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ അവർക്ക് വേണ്ട മെറ്റീരിയൽസുകൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഗ്ലാസ്, റെസ്റ്റ് ടൈം, കാരണം ബുക്കിലേക്ക് ഒരുപാട് നേരം നോക്കിയിരുന്നായിരിക്കും അവർക്ക് എന്താണ് ഭയങ്കര ഹെഡേക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ദെൻ അവർക്ക് എൻഷുവർ ദ പ്രിന്റിംഗ് സൈസ് പ്രോപ്പർ ആയിരിക്കണം. പിന്നെ ടൈം കറക്റ്റ് ആയിട്ട് ടൈം കൊടുക്കണം. നമുക്ക് കൊടുക്കുകയാണെങ്കിൽ വിഷ്വലി ഇംപയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് ഒരു പരിധി വരെ അത് നമ്മൾക്ക് എന്താ പറയുക പ്രൊവൈഡ് ഒരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപയർമെന്റ് ടെസ്റ്റിലുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ റീഡ് ചെയ്യും. അപ്പോ ഫസ്റ്റ് എയ്ഡ് ആരൊക്കെ കാണിക്കാനുള്ളത്? കാണിച്ചു കേട്ടോ. മാം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ലൈവില് കാണാം. കോട്ടൺ, ഗോസ് പീസ്, ഗ്ലൗസ്, സ്റ്റെറൈൽ ഗ്ലൗസ്, ബെറ്റാഡിൻ ഓയിൽമെന്റ്, ദെൻ സിസർ. ഇത്ര എന്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ മാം. കാണാൻ പറ്റിയായിരുന്നോ മാം? ഓക്കെ, കാണാൻ പറ്റിയാണ്. അശ്വതി കാണാൻ പറ്റുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ, കാണാം കേട്ടോ അശ്വതി, ക്ലിയർ ആയിട്ട് കണ്ടു. ഓക്കെ മാം. കാണാൻ പറ്റുന്നുണ്ടോ? ആടാ, അത് ബോർഡാണ് കാണുന്നേടാ. ഓക്കെ, ഒന്ന് എല്ലാവരും ഒരുമിച്ച് ഒന്ന് കാണിച്ചാൽ മതി, ക്യാമറ റൊട്ടേറ്റ് ചെയ്തിട്ട് കേട്ടോ. സൗമ്യ
ഓക്കെ ചിത്തി പേരെന്താന്ന് എനിക്ക് അറിഞ്ഞോളാം. ഓക്കേടാ സിബി കണ്ടോട്ടാ. കോട്ടൺ ആക്സോയിൽ ഓക്കേടാ കാണാട്ടാടാ. പിന്നെ മുറിവിന് പറ്റുന്ന പൊടി, ഓക്കേടാ. പിന്നെ മൂക്കിലൊഴിക്കുന്ന തുള്ളി മരുന്ന്, പിന്നെ ഓയിൽമെന്റ് ഓക്കേടാ. പറ്റുന്നു. ഓക്കെ ജിതിൻ DK അതായിരിക്കില്ല മോന്റെ പേര്. ആ ഒരു ഇതിന് കാണുന്ന ക്ലിയർ ആയിട്ട് കണ്ടോട്ടാ. ഓക്കെ അത് കാണിച്ചു വിടാം. കാണാൻ പറ്റില്ല മിസ്. അതിനെ കാണാട്ടാടാ. നമുക്കിത് മസിൽ പെയിൻ വെച്ച് ചെയ്യുന്ന സ്പ്രേ, പിന്നെ ഡെറ്റോള്, പാരസെറ്റമോള്, പിന്നെ കോട്ടൺ ഗോസ്, പിന്നെ പിള്ളേരുടെ പാരസെറ്റമോൾ ഡോളർ ബാർ, ദെൻ തെർമോമീറ്റർ, ബാൻഡേജ്, വിക്സ്, പിന്നെ പിള്ളേരുടെയൊക്കെ മൂക്കിൽ വയ്ക്കുന്ന സലൈൻ സൊല്യൂഷൻ. ഇത് പെയിനും അതുപോലെ തന്നെ പൊള്ളലിനും മുറിവിനൊക്കെ തേക്കുന്ന ഓയിൽമെന്റ്. പിന്നെ ഇത് ടേപ്പ്, സിസർ, പിന്നെ ഇത് പിള്ളേർക്ക് എന്തെങ്കിലും അലർജി ഒക്കെ വരുമ്പോൾ ഈ പാഡൊക്കെ ഇടുമ്പോൾ ഈ പാമ്പേഴ്സ് ഒക്കെ ഇടുമ്പോൾ അലർജി വരുമ്പോൾ ഓയിൽമെന്റ്. പിന്നെ ഇത് പെയിനുള്ള ഓയിൽമെന്റ്, പാരസെറ്റമോൾ. കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, ഓരോന്നും എടുത്ത് കാണിക്കണ്ട കേട്ടോ. ഓക്കെ ഡെറ്റോള് ഓക്കെ കാണാട്ടാടാ. അശ്വതി കറക്റ്റ് പ്രസന്റ് ചെയ്തോട്ടാടാ. ജിതിൻ ജിതിൻ ഓക്കെ ഏകദേശം ഞാൻ എല്ലാവരും പ്രസന്റ് ചെയ്തവരൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ് പേഴ്സണൽ ഹെൽത്തി ഹാബിറ്റ്സ്. അതെല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ ഇൻഡിവിജ്വലി എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കണം, പ്രസന്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വീക്ക് തന്നെ അത് പ്രസന്റ് ചെയ്യണം കേട്ടോ. ഹെൽത്തി ഹാബിറ്റ്സ് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയണോ മാം? ജസ്റ്റ് പറഞ്ഞാൽ മതി, ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. പിക്ചർ വൈസ് പിക്ചർ കൊടുത്തിട്ടല്ലേ പറയാം? പിക്ചർ കൊടുത്തിട്ട് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ സൈൻ ഔട്ട് ആരാ പറയുന്നേ? Hello ma'am. Good morning ma'am. Good morning everyone. My name is First of all, I would like to special thanks for Abarna. Thank you for the class. It was very helpful and I really appreciate your patience and your support. Today we will discuss the topic child welfare. Children are the base. Children are the effect of our nation. Demands of children, survival, development, protection, participation. They should be properly cared for and brought up for the benefit of the bright future of the nation. Family surrounding. The child has an important role in his welfare. Responsibility of home. The compensatory education provided by specially abled children. And we will last we will discuss about children with visual the topic clearly and enjoyable. I also thanks for my friends Anjima for prayer, Lovely for sign out, and Thought for Mariama. I really appreciate your effort and thank you for everyone. Thank you so much. Thank you all. സെമിനാർ കംപ്ലീറ്റ് ആയിരുന്നു.